അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ മാക്ഡൊണാൾഡ്സിലെ പ്രശസ്ത ചിക്കൻ നഗറ്റ്സും അതുപോലെ തന്നെ അവരുടെ ഫിഷ് ഫില്ലറ്റും പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ലോകത്തെ പ്രശസ്ത ബീവറേജ് ആയിട്ടുള്ള കൊക്കക്കോള വരെ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് കാണാം. ചിക്കൻ നഗറ്റുകളുടെ നിർമ്മാണ പ്രക്രിയയിൽ ആദ്യമായിട്ട് ഹോൾ ചിക്കനിൽ നിന്ന് മാഗ്നറ്റുകൾക്ക് വേണ്ട ചിക്കൻ ബ്രസ്റ്റ് വേർതിരിച്ചെടുക്കുന്നു. അതിനുശേഷം മാംസം ബ്ലെൻഡിംഗ് റൂമിലേക്ക് അയച്ച് ഒരു ബ്ലെൻഡർ ഉപയോഗിച്ച് അരച്ചെടുക്കുന്നു. ഈ ഘട്ടത്തിൽ ഫ്ലേവറിനും ഒരു ബൈൻഡറായും സെലറി, കുരുമുളക്, കുറച്ച് ചിക്കൻ സ്കിന്ന് എന്നിവ മിശ്രിതത്തിലേക്ക് ചേർക്കുന്നു. എന്നാൽ നമ്മളുടെ പ്രിയപ്പെട്ട നഗറ്റുകൾ ഇനിയും തയ്യാറായിട്ടില്ല. ബ്ലെൻഡ് ചെയ്ത ഈ ചിക്കൻ ഒരു പ്രത്യേക രൂപീകരണ മെഷീനിൽ അയച്ച് ബൗൾ, ബെൽറ്റ്, ബൂട്ട്, ബോട്ടായി എന്നിങ്ങനെ 4 വ്യത്യസ്ത ഷേപ്പുകളിലാക്കി മാറ്റുന്നു. അതിനുശേഷം ഈ ഷേപ്പുകൾ നേരിയ ഒരു ബാറ്ററും കട്ടിയുള്ള ഒരു ടെമ്പുര ബാറ്ററും ഉപയോഗിച്ച് കവർ ചെയ്യുന്നു. തുടർന്ന് ഇവയെ ഒരു കൺവെയർ ബെൽറ്റിലൂടെ ഒരു പ്രത്യേക സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് ആദ്യം നേർത്തതും രണ്ടാമത് കൂടുതൽ കട്ടിയുള്ളതുമായിട്ടുള്ള 2 ലെയർ ബട്ടർ കോട്ടിംഗ് ചെയ്യുന്നു. അതിനുശേഷം ബാറ്റർ പോവാതിരിക്കാൻ അവ ഭാഗികമായിട്ട് വറുത്തെടുക്കുന്നു. ഈ ഘട്ടത്തിൽ നഗറ്റുകൾ പൊട്ടിച്ചു നോക്കിയാൽ ഉള്ളിൽ വേവാത്ത ചിക്കനാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. കാരണം അവ പൂർണ്ണമായിട്ടും പാകം ചെയ്യുന്നത് റെസ്റ്റോറന്റുകളിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ അവ ഫ്രഷ് ആയിരിക്കും. അതിനാൽ പകുതി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഈ സെമി ഫിനിഷ്ഡ് നഗറ്റുകൾ ഫ്രീസ് ചെയ്ത് പ്രത്യേക മുറിയിൽ വെച്ച് പാക്ക് ചെയ്യുന്നു. അവിടെ നിന്നും അവ മാക്ഡൊണാൾഡ്സ് റെസ്റ്റോറന്റുകളിലേക്ക് കയറ്റി അയക്കുന്നു. മാക്ഡൊണാൾഡ്സിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഡ്രിങ്കാണ് കൊക്കക്കോള എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ ബേവറേജ് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം പല സിസ്റ്റങ്ങളിലൂടെ കടത്തിവിട്ട് വെള്ളം ശുദ്ധീകരിച്ചെടുക്കുക എന്നതാണ്. അതിനുശേഷം പഞ്ചസാര സിറപ്പിന്റെയും കോൺസെൻട്രേറ്റിന്റെയും ഒരു മിശ്രിതം ശുദ്ധീകരിച്ച ഈ വെള്ളത്തിൽ ചേർക്കുന്നു. ഇത് പിന്നീട് ഒരു പ്രത്യേക മെഷീനിലൂടെ കടത്തിവിട്ട് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കലർത്തുന്നു. തുടർന്ന് കുപ്പികളിൽ നിറച്ച് കുപ്പികൾ പരിശോധിക്കുന്ന സംവിധാനത്തിലൂടെ കടത്തിവിടുന്നു. അത് ബീവറേജിന്റെ അളവ്, ക്യാബിനറ്റ് ശരിയായി സ്ഥാപിച്ചിട്ടുണ്ടോ എന്നിവ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നു. ഒരു രഹസ്യമാണ്. ഹെർബ്സ്, ഹോട്ട് പെപ്പർ, പച്ചക്കറികൾ എന്നിവ ചേർത്തുണ്ടാക്കുന്ന തക്കാളി പേസ്റ്റിലേക്ക് സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർക്കുന്നു. അതിനുശേഷം ഇതൊരു മിക്സിംഗ് കണ്ടെയ്നറിലിട്ട് അതിൽ വിനാഗിരി, പഞ്ചസാര, ഉപ്പ് എന്നിവ ചേർത്തതിന് ശേഷം കെച്ചപ്പ് ഒരു പാസ്ചറൈസേഷൻ സ്റ്റേജിലൂടെ കടത്തിവിടുന്നു. തുടർന്ന് അത് എല്ലാ ഘടകങ്ങളെയും പൊടിച്ച് ഒരുമിച്ച് ചേർക്കുന്ന ഒരു ഹോമോജനൈസറിൽ ഇടുന്നു. അതിനുശേഷം കെച്ചപ്പ് വേഗത്തിൽ തണുപ്പിക്കണം. കെച്ചപ്പ് ദീർഘകാലം കേടുകൂടാ
കൂടാതെ പുതിയ വീഡിയോസിന്റെ അപ്ഡേറ്റ് ലഭിക്കുവാൻ ബെൽ ഐക്കൺ കൂടി അമർത്തുക. നന്ദി.